ഇവിടെയാണ് കേട്ടോ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു ക്യാമ്പ് ചെയ്തത്. ഫ്രണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മുത്തശ്ശിപ്പാറ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ വന്ന വഴി അവിടെയാണ് റോഡ്, നല്ലൊരു കാറ്റും കയറാനുണ്ട്. ഈ വഴി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു കാറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ടെൻ്റ് എടുത്തിട്ടുണ്ട്. ടെൻ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പിങ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഏതായാലും മല കയറും. കേട്ടില്ലേ, നല്ല കുത്തനുള്ള കാറ്റാണ്. പാറയുടെ ഷേപ്പ് ഉണ്ടല്ലേ, നല്ല അഡ്വഞ്ചറായിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെയാണിത്. ഈ പാറ നമുക്ക് കയറുന്നത്. അപ്പോൾ ഇതിലൂടെ ഷോർട്ട് കട്ട് അടിക്കാം. ഇങ്ങോട്ട് കയറി വരാൻ വഴിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വഴി ഉണ്ടാക്കിയിട്ട് കയറുന്നതാണ്. ഫുള്ള് പാറക്കട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 4 മണിയായി. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ പോയി ടെൻ്റ് അടിച്ചിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതുണ്ടല്ലേ ഒരു അടിപൊളി ടാസ്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പാറ, റോപ്പോ അതുപോലത്തെ ഒരു ടൂൾസിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നോക്കാം കയറാൻ പറ്റുമല്ലോ. നമ്മളിതാ കയറി വന്ന മല നോക്കി. ശരിക്കും ഇവിടെ നോക്കുമ്പോൾ നല്ല പേടിയുള്ളൊരു കാഴ്ചയാണ്. കാരണം കുത്തനുള്ള കാറ്റാണ്, കാലേറ്റിയാൽ താഴെ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വ്യൂസ് നോക്കിയേ, അടിപൊളിയല്ലേ. നമുക്കേതായാലും ബാക്കി മല കൂടി കയറാം. നല്ല വെയിലുണ്ട് കേട്ടോ. അത് ശരിക്കും തളർന്നേ. ടെൻ്റ് ഉണ്ട് 4 കിലോ വെയിറ്റ് കണ്ടില്ലേ, ടെൻ്റ് ഉണ്ട്. അതാണ് മല കയറാൻ നേരം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വലിയ ടാസ്ക് തന്നിട്ടു. കുത്തനുള്ള കാറ്റും കഴിഞ്ഞ് കിട്ടി. ഇതാ ഈ കാണാൻ ചെറിയ കാറ്റ് മാത്രമേ ഉള്ളൂ. ഇതോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ പോയിന്റിലെത്താം. എന്നാലും പ്രതീക്ഷയെ കാട്ടിയും നല്ലൊരു കാറ്റാണ്. അപ്പോൾ കഴിച്ച് പാലയുടെ ഈ സൈഡിലായിട്ടായിട്ട് കുറച്ച് നല്ല തണലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ. അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള കാഴ്ച നോക്കിയാൽ
നന്നായിട്ട് തളർന്നിട്ടുണ്ട്. അത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് മല കയറാൻ വരുന്നത്. അവനിതാ വരുന്നേ ഉള്ളൂ. അതുപോലെ നല്ല വെയിലുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജീവിതം ഇവിടുത്തെ സ്ഥലങ്ങൾ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് മലനിരകളും ഉണ്ടല്ലേ, ഒരുപാട് ടവറോട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഒടുവിൽ മുത്തശ്ശിപ്പാറ, മുത്തശ്ശി മല എന്നൊക്കെ പേരുള്ള ഈ മലയുടെ ഏറ്റവും ഹയസ്റ്റ് വ്യൂ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, അപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഏതായാലും ടെൻറ്റൊക്കെ ഞാൻ ഇവിടെ വെക്കും. അടിപൊളി വ്യൂ കേട്ടോ. ഈ സൈഡിൽ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ആയിരിക്കും സൺറൈസ് ഉണ്ടാവും. ഏകദേശം എല്ലാ പ്രദേശവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മലേൻ്റെ മുകളിൽ കയറി. കാരണം ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണിത്. അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ മലയുടെ ഒരു സെൻട്രൽ ആയ സ്ഥലത്ത് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നമുക്ക് കുറച്ച് താഴ്ചയാണ് താഴോട്ട്. ഇവിടെ നമുക്ക് ഫുൾ സേഫാണ്, ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും ടെൻറ്റ് സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഗായ്സ് സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. പുറകോട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും സൂര്യനെ അസ്തമിച്ച് വരുന്ന കാഴ്ച. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂരുണ്ട്. ഇങ്ങോട്ട് ആരും വരാൻ സ്ഥലം കേട്ടോ. ഇവിടെ ഇതുവരായിട്ട് ഈ സമയം വരായിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ആരും വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ നമുക്ക് ഏകദേശം ഒരു മഞ്ഞ് കൂടിയ അവസ്ഥ കാണാൻ പറ്റും. ചെറുതായിട്ട് കോടാവുന്ന. പിന്നെ ബാക്കിലോട്ടുള്ള മലകളൊന്നും ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് ടവർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 ബിൽഡിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ഫുള്ള് കാടാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല വീട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുവിധം സ്ഥലം 360 ഡിഗ്രിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഫുള്ള് കാടും പ്രദേശം, നല്ല ഹൈറ്റുള്ള ഒരു പാറയാണ് ഇത്. രാവിലെ ഇവിടെ മൊത്തം നമുക്ക് നല്ല കോട മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ. രാവിലത്തെ വ്യൂ എന്ന് വെച്ചാൽ അസാധ്യ വ്യൂ ആയിരിക്കും ഇവിടെ. സൺസെറ്റ് നോക്കി. സൺസെറ്റ് അങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിലുള്ള പാട്ട് നമുക്ക് ഇവിടെ നടത്താക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വ്യൂസ് കിട്ടും നോക്കാം. ശരിയായ കുന്ന് വേറെ ശരിയായ കുന്നാട്ടോ. ഓക്കെ, നമ്മൾ ഈ മുകളിലോട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കിട്ടി. അവിടെ ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, 1.5 കുന്നായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് തിരിച്ചു പോയിട്ടാണ്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കായി മലേൻ്റെ മുകളിൽ ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു സോളോ ക്യാമ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നാളെ രാവിലെ നമുക്ക് അടിപൊളി ഒരു സൺറൈസ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ കഴിച്ച് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്തെ കാഴ്ചകൾ കാണാം.
അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണ് കേട്ടോ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു ക്യാമ്പ് ചെയ്തത്. ഫ്രണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇന്നലെ രാത്രി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല നല്ല ചൂടുള്ളതുകൊണ്ട് അത്ര നല്ല ഉറക്കമൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല പറയാം. കണ്ടില്ലേ, ബാക്കിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് കോടയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പ്രതീക്ഷിച്ച രീതിയിലൊന്നും കോടയൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല കോടയാണ്. നമുക്ക് നോക്കാം. ചെറിയ സ്ഥലത്ത് ഞങ്ങൾ കോട അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് സൺറൈസ് ഇപ്പം കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷ. നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 6:45 എങ്ങനെയാണ് സ്ഥലം? അടിപൊളിയാണ്. എൻ്റെ അടിയിൽ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും നല്ല അപ്പോൾ ഗൈസ് നമ്മുടെ സൺറൈസ് ഒക്കെ കഴിഞ്ഞു കണ്ടില്ലേ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ടെൻറ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ചു പോവാണ്. ഇനി ഇവിടെ നിന്ന് മല ഇറങ്ങണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. ശരിയായ കുന്നാണ്. അപ്പോൾ പിന്നെ മല ഇറങ്ങിയിട്ട് നേരെ നാട്ടിലേക്കാണ് ഇനി. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.